ബുധനാഴ്ച വൈകിട്ട് ഓഗസ്റ്റ് മാസം 30 നമുക്ക് ഒരുമിച്ച് വചന പഠനത്തിനായിട്ട് ദൈവസേനയിൽ കൂടി വരുവാൻ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫ് ആണല്ലോ. നാം എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിച്ചു വരികയാണല്ലോ. ദൈവവൃത്തിനെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഇന്ന് രാത്രികാലം അഭിഷേകത്തോടെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസേനയിലായിരിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ പാട്ട് പാടുവാനായിട്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രിയ ദൈവദാസി ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം അഭിഷേകത്തോടെ സൂക്ഷിപ്പാൻ തക്കോണം ദൈവദാസി കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളായിരിക്കുമ്പോൾ അതേ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രിയ സഹോദരി സിസ്റ്റർ സിനി ജോസഫിനെ ആ പാട്ട് പാടുവാനായിട്ട് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളുകളിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളുകളിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ,
നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. അങ്ങനെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവസനയിൽ നമുക്ക് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കർത്താവെ, നീ എന്നെ ഓർക്കുവാൻ, നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ കരുതുവാൻ, ഹല്ലേലൂയ, ഞാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിനെ, കരുതലിനെ കുറിച്ച് പാടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ദൈവസനയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നടക്കുന്നതായ വചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഈ രാത്രി സമയത്തിനായി വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈനിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലൈനിന് നേതൃത്വം കൊടുക്കുകയും വളരെ ആമേൻ ഹല്ദ്യോദ്വാനം ചെയ്ത് ആമേൻ ജോലിയുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ വളരെ നിർവടിയായി നിറവേറ്റുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയ സാക്ബിൽ തന്നെയും മാതാവ്, പ്രിയ ബിജി സിസ്റ്റർ, കുഞ്ഞുങ്ങള് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി ഈ സമയത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈനിൽ വളരെ ശ്രദ്ധിക്കുന്ന ആദരണീയരായ ബഹുമാന്യ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അമേന്റെ സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ആമേൻ ഈ രാത്രിയിൽ നമ്മളോട് സംസാരിപ്പാൻ ഇളയവൻ ഹല്ലേലൂയ വചനം പറയുമ്പോൾ അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തരുവാൻ, എനിക്കും അനുഗ്രഹമായി തരുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വേണ്ടി ചോദിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ടും പ്രൈസ് ദി ലോർഡ്, നല്ല പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ലഭിക്കുവാനിടയായി. കർത്താവിന്റെ പ്രിയദാസൻ അതേ ലീഡ് ചെയ്യുവാൻ വളരെ മനോഹരമായി കർത്താവ് സഹായിച്ചു. ആമേൻ. ഇന്ന് രാത്രിയിൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മൾ വായിച്ച് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നു. 6-ാമത്തെ വാക്യം, 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രേളനായി ഞങ്ങളുടെ പ്രിയദാസൻ കുടുംബത്തിനായി വയലിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം വായിച്ചു തരുവാനും ഒക്കെ കൃപ നൽകിക്കൊണ്ട് ഇരിക്കുന്നതിനായി സ്തോത്രം. രാത്രി എളിവനെയും ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സഹായിക്കണം. എളിവനെ ബലപ്പെടുത്തി അഭിഷേകം ചെയ്യണം. രാത്രി കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് മഹത്വം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ള വിഷയം, മോശ വിശ്വസ്തനായിരുന്നുവെങ്കിലും മോശ ദൈവത്തിന്റെ ഭൃത്യനായിട്ട് ആയിരുന്നു ആമേൻ മോശയെ കണക്കാക്കുന്നത്. മോശ അങ്ങനെയായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ, ആമേൻ ഹല്ലേലൂയ, ദൈവഭവനത്തിന് ആമേൻ അധികാരിയായിട്ട് അല്ലെങ്കിൽ ദൈവഭവനത്തിന്റെ ഉടമസ്ഥനായിട്ട് അതിന്റെ ഓണർഷിപ്പുള്ള കർത്താവ് ഏറ്റവും അധികം വിശ്വസ്തനായിരുന്നു. ഇന്നും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇന്നലെയും ഇന്നും എന്നേക്കും അനേനൻ എന്ന് പറയുന്നത് പോലെ എന്നേക്കും വിശ്വസ്തനും നീതിമാനും ആമേൻ പരിശുദ്ധനും സ്നേഹമുള്ളവനും ദീർഘക്ഷമയുള്ളവനും
കരുണയുള്ളവനും മനസ്സറിവുള്ളവനുമായ ഒരു നല്ല കർത്താവാണ് നമുക്ക് നമ്മുടെ ശബ്ദം കുറഞ്ഞു പോകുന്നു. പക്ഷെ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോൺ ചേർത്ത് പറയാമോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, ബെറ്റർ ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് സകലത്തിലും വിശ്വസ്തനായി നിന്നുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി സകല കാര്യങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എന്നേക്കും വിശ്വസ്തനാണ്. ഒരിക്കൽ മാത്രമല്ല, എക്കാലത്തും വിശ്വസ്തനായ ഒരാളാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. എന്നാൽ വീണ്ടും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവിടുത്തെ ഭവനമാകും. ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമാണെന്ന് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ അറിയാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും ആമേൻ 1 കൊരിന്ത്യർ ലേഖനം 3:16 വായിക്കുന്നുണ്ട്. നാം ദൈവത്തിന്റെ ഭവനമാണ്. അതുപോലെ തന്നെ സഭ ദൈവത്തിന്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആമേൻ. നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ്, നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് പോലെ കർത്താവും വസിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ ഞാനും എന്റെ പിതാവും കടന്നു വന്ന് നിങ്ങളിൽ വസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാസം ചെയ്യുമെന്ന്. അപ്പോൾ പിതാവും വസിക്കുന്നു, പുത്രനും വസിക്കുന്നു, പരിശുദ്ധാത്മാവും വസിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ എത്ര വിശേഷപ്പെട്ടവരാണ്. ഒരുപക്ഷെ നമ്മൾ ഭവനത്തിലോ യാത്രയിലോ ജോലിയിലോ മറ്റാളുകളുടെ അരിക്കലോ ലോക്കാരുടെ അരിക്കലോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പോലും നമ്മൾ അറിയുന്നില്ല എങ്കിൽ തന്നെയും ദൈവം നമ്മളിൽ ആ നിമിഷങ്ങളിലെല്ലാം എല്ലായ്പ്പോഴും വസിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ വീടുകൾ, അവിടെ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനവിടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് അവിടെ വരുമെങ്കിലും കർത്താവ് എപ്പോഴും വസിക്കുന്നത് നമ്മളിലാണ്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മൾ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, നീതിമാനായ ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്, കരുണ, ദീർഘക്ഷമ, മഹാദേയ, ഇതൊക്കെയുള്ള ദൈവമാണ്. വിശുദ്ധിയുടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഏറ്റവും നമ്മുടെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധിയോടെ നീതിയോടെ ഒക്കെ മാക്സിമം ജീവിക്കാൻ ആഗ്രഹിക്കുകയും കുറവുകൾ ഓരോ നിമിഷവും ഏറ്റുപറഞ്ഞ് യേശു കർത്താവിന്റെ രക്തത്താൽ തന്നെ കഴികൾ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ വസിപ്പാനിടയായിത്തീരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. ആമേൻ. അല്ലെ, നമ്മൾ ബൈബിളിലെ അനേക അടയാളങ്ങൾ, അനേക എക്സാമ്പിളുകളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകാൻ സാധ്യതയുള്ള ആമേൻ പാപങ്ങളും കുറവുകളും ദൈവത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ. ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ദാവീദിൽ ദൈവത്തിന്റെ ആത്മാവ് നിലകൊണ്ടു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലെ കുറവിന്റെ സമയത്ത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് നിലവിളിച്ചു പറയുന്ന 51-ാം സങ്കീർത്തനത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം, വാസം നമ്മുടെ ഉള്ളിൽ ആമേൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ ഉള്ളിൽ ചിന്ത മെയിനായിട്ട് എന്നെ പറയാനായിട്ട് ഉദ്ദേശിച്ച വിഷയം, ഞാൻ ദൈവത്തിന്റെ ഭവനത്തെ കുറിച്ച് പറയാം. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മൾ മോശയെക്കുറിച്ചും കർത്താവിനെ കുറിച്ചും, കർത്താവിന്റെ വിശ്വസ്തതയും, കർത്താവ് ദൈവഭവനത്തിന് അധികാരിയായിരുന്നു എന്നുള്ളതും ഓണർഷിപ്പുള്ള ആളായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ പ്രത്യാശയുടെ ധൈര്യം, പ്രത്യാശയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അതെ, വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ്, ഒരാശ, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ആമേൻ ആശിക്കുകയാണ്. അതൊരു പ്രത്യാശയാണ്. അതായത്
നമുക്ക് പ്രത്യാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവിഷയമായി പ്രത്യാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായ ഒരു കാര്യമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രത്യാശിക്കാം. വിശ്വസിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പ്രത്യാശയില്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കേൾക്കാമല്ലോ എന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാനഡയിൽ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ വിശ്വാസിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്നുള്ള സംഭവം കേൾക്കാനിടയായി. എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ഒരു ഉറപ്പ്, ദൈവത്തിലുള്ള ഒരു ആശ, ദൈവത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ട്രസ്റ്റ്, ആ വിശ്വാസം എവിടെയോ നഷ്ടപ്പെട്ടതിന്റെ പരിണതഫലമായി സാത്താന്യ പ്രേരണകളുടെ ഒരു ഭാഗമായിരിക്കാം അങ്ങനെ ആ പ്രിയ സഹോദരനെ അങ്ങനെ പ്രേരിപ്പിച്ച് ആ വഴിക്ക് പോയത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ കൂടിയാണ്. പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് ബൈബിളിൽ തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ നമുക്കറിയാം, 13-ാം അധ്യായത്തിൽ, കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ആ ഭാഗം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വിശ്വാസം, പ്രത്യാശ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആമേൻ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ ഇതൊരു വിശ്വാസം എന്ന് പറയുന്നതല്ല പ്രത്യാശ, പ്രത്യാശ എന്ന് പറയുന്നതല്ല വിശ്വാസം. ഇത് രണ്ടും രണ്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, അതാണ് വിശ്വാസം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ വിശ്വാസം എന്നതുപോലെ തന്നെ സ്ഥാനം പിടിച്ചു നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രത്യാശ. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഇന്ന കാര്യം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവമഹത്വത്തിനായിട്ട് ദൈവം ആ കാര്യം ചെയ്യും. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് കേൾക്കുന്ന ആൾക്കാർ നമ്മൾ ബൈബിൾ സ്റ്റഡി നടത്തുകയാണെങ്കിലും ചില വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ദൈവം എന്നോട് സംസാരിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിലായിരിക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നല്ല നീതിയോടും ന്യായത്തോടും കൂടെ ഒരു ദൈവത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ള ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിച്ചാൽ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. വിശ്വസിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവമഹത്വം വെളിപ്പെടുത്തുവാനും കഴിയത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്താണ്? കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാനുള്ളൊരു കൃപ ലഭിച്ചു. ആ കൃപ നമുക്ക് ലഭിച്ചതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് പ്രത്യാശ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഈ ശരീരത്തിലായിരിക്കുന്ന അവസാന നിമിഷം, നമ്മുടെ ജീവിതം നമ്മുടെ ജീവൻ പോകുന്ന നിമിഷം വരെ നമ്മൾ ദൈവത്തിലും ദൈവവചനത്തിലും, അല്ലെങ്കിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നമ്മളൊരു കാര്യം നടക്കും, അല്ലെ നടത്തി തരും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യമാണ് വിശ്വാസം. ഈ ലോകത്തിനപ്പുറത്തോട്ട് കടന്നു കഴിയുമ്പോൾ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതായത് മരണത്തിനപ്പുറം വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ കർത്താവിനെ വിശ്വാസത്താലാണ് കാണുന്നത്. നമ്മൾ നേരിട്ട് കാണുന്നില്ല. പക്ഷേ കർത്താവ് നമ്മളെ കാണുന്ന ഒരു നിമിഷമുണ്ട്. കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിനെ കാണുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അവിടെ വിശ്വാസത്തിന് ഒരു പ്രാതിനിധ്യമില്ലാത്തൊരു സമയമായിരിക്കും. കാരണം വിശ്വാസം വേണ്ട. കാരണം നേരിട്ട് കർത്താവിനെ കാണുകയും കാര്യങ്ങളെല്ലാം വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് മുഴുവൻ അത് സംഭവിക്കുകയും ദൈവം നമ്മളോട് കൂടി ഇരുന്ന് ദൈവിക പ്രോഗ്രാമുകൾ അതുപോലെ നടത്തുകയാണ്, കൂടെ ഇരുന്ന് കൊണ്ട് നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവിനെ കാണാതെ വിശ്വസിക്കുകയാണ്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോക ജീവിതം കഴിഞ്ഞ്
നമുക്കതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ദൈവം നമുക്ക് തരുമെന്നും ആ ജീവിതം ദൈവത്തോടുകൂടി ആയിരിക്കുമെന്നും അത് വളരെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ആശ്വാസപ്രദവുമായ ഒരു ജീവിതമായിരിക്കും എന്നുള്ളത്, അതാണ് നമ്മൾ നിത്യത എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ആശയാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രത്യാശ എന്ന് സത്യത്തിൽ പറയുകയാണെങ്കിൽ അതിന് പല നിർവചനങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോക ജീവിതം കഴിഞ്ഞ് ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ദൈവം സമാധാനവും സന്തോഷവും, നിത്യസമാധാനം, നിത്യസന്തോഷം, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ആ നിത്യത നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വാഴുകയാണ്. ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യതയുടെ ഒരു ഭാഗമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ യേശുവിനായി ഹൃദയം കൊടുത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവോദലായി സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് എഫേസ്യ ലേഖനം 2:7 പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അതാണ് നമ്മളുടെ പ്രത്യാശ. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണ്, ദൈവോദലാണ്. സ്വർഗം നമ്മളിൽ എക്സ്പീരിയൻസ്, അതേ ആ ഒരു സംഭവം നടക്കുകയാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, നമ്മൾ ആ അനുഭവിക്കുകയാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും സമാധാനം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു തുടക്കം, രക്ഷയുടെ ആ തുടക്കം എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നുവെങ്കിലും മാനുഷികമായി ഒരു ദിവസം രക്ഷിക്കപ്പെടുമ്പോഴാണ് ഈ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും എല്ലാം യോജിച്ച്, ഹൃദയമെല്ലാം യോജിച്ച്, എന്തെല്ലാം പ്രതിസന്ധികളും വിഷയങ്ങളും കഠിനമായ കാര്യങ്ങളും ശാരീരിക ക്ഷീണങ്ങളും രോഗങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ, പണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവമക്കളാണെങ്കിലും ചിലപ്പോൾ സ്വപ്നങ്ങളിലൊക്കെ ചിലപ്പോൾ വേദനാജനകമായ സംഭവങ്ങളൊക്കെ കാണാറുണ്ട്, ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് വേദനിച്ചിരിക്കുന്നവരാണെങ്കിലും എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ, ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സന്തോഷമുണ്ടാകും, നമുക്കൊരു ധൈര്യമുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളോട് കൂടി ഉണ്ടെന്നും ഈ ലോകത്തിൽ എന്തെല്ലാം വന്നാലും ഏതിലെല്ലാം സാഹചര്യത്തിൽ കൂടെ പോയാലും ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്, അവിടെ നമ്മൾ ദൈവത്തോടുകൂടെ വസിക്കും, എന്നെന്നും വസിക്കുമെന്നുള്ള ആ ഒരു ഉള്ളിനകത്ത് ലഭിക്കുന്ന ഒരു ഹോപ്പാണ് ഈ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് മാത്രമേ ജീവിതത്തിൽ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. പ്രത്യാശ. ആമേൻ. എന്താണ് പ്രത്യാശ? ദൈവത്തോടുകൂടെ വസിക്കും, നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളൊരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ പഠിക്കുമ്പോൾ, നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, നമ്മൾ സഭായോഗങ്ങളിൽ പോകുമ്പോൾ, വീട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ, പ്രയർ ലൈനിൽ ഇരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, നമ്മൾ പാടി ആരാധിക്കുമ്പോൾ, ഈ സമയങ്ങളിലെല്ലാം പ്രത്യാശ നമ്മളിലേക്ക് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു, നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മൾ ആത്മീയമായി വളരുന്നു, ശക്തിപ്പെടുന്നു, നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതലായി പുലർത്തി കഴിയുമ്പോൾ, ദൈവിക കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. തുടക്കത്തിൽ അറിയാത്ത ഒരു വലിയ പ്രത്യാശ, ഒരു ഹോപ്പ് ഹാനോക്കിന്റെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഹാനോക്ക് ദൈവത്തിൽ നിന്ന് സ്വയം മാറാതെ നിരന്തരമായി 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നത്. ആ ഹോപ്പിലാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ഹോപ്പിൽ. ഇതിനപ്പുറത്തൊരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഞാൻ ദൈവത്തോടുകൂടെ നടക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്ത് എന്റെ ഈ ശരീരത്തിൽ എന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ഇതിനപ്പുറത്ത് ദൈവം എന്നെ കൊണ്ടുപോയി ദൈവത്തെ എന്നെ കാണിക്കുന്ന ഒരു നിമിഷമുണ്ടെന്ന് ഹാനോക്കിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹാനോക്ക് ദൈവത്തോടുകൂടെ ഹാനോക്ക് നടക്കുമ്പോൾ ഹാനോക്കിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്?
ആ ബന്ധത്തിന് മുറിവ് വരാതെ, ആ ബന്ധം ഉടഞ്ഞു പോകാതെ, ആ ബന്ധം തകർന്നു പോകാതെ നിലനിർത്തത്തക്ക രീതിയിൽ ഹാനോക്കിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അല്ലാതെ ദൈവം പൂർണ്ണമായി സ്വാധീനം ചെലുത്തിയില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹാനോക്കിന് വിട്ടുകൊടുത്തു. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവസ്നേഹത്തിലും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ആ സമയത്ത് കുടുംബജീവിതം നയിച്ചു, പുത്രിപുത്രന്മാരെ ജനിപ്പിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും തന്റെ ഹൃദയവും മനസ്സും ദൈവത്തിൽ പറ്റിയിരുന്നു. വലിയ പ്രത്യാശയോടുകൂടെ ആ ഭക്തൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രത്യാശ ഇന്ന് രാത്രിയിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് നാം ദൈവത്തോടു കൂടെ നടക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും, മാർക്കറ്റിൽ പോകുമ്പോഴും, കുളിക്കുമ്പോഴും, നനയ്ക്കുമ്പോഴും, ഉടുക്കുമ്പോഴും, തിന്നുമ്പോഴും, ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഏത് നിമിഷത്തിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഹോപ്പ് ഉണ്ടായിരിക്കണം. എപ്പോഴാണ് കാഹള ശബ്ദം കേൾക്കുന്നത്, എപ്പോഴാണ് എന്റെ മണവാളൻ വരുന്നത്, പ്രത്യാശ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ലോകത്തിന് തിരശ്ശീല ഇട്ടുകൊണ്ട് ഇതിനപ്പുറത്ത് നമ്മൾ കടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ച് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കൂടുതൽ പ്രാർത്ഥിച്ച്, വചനം ധ്യാനിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറന്ന് ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തോടുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിച്ച്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വലിയൊരു പ്രത്യാശയുടെ ഉടമയായി തീരണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശ നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ, മാനുഷികമായ ശാരീരികമായ ഇതുകൊണ്ടോ നോളജ് കൊണ്ടോ ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കണം. 2, കർത്താവിനെ നമ്മൾ അധികം സ്നേഹിക്കണം. കർത്താവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം പ്രത്യാശ വർദ്ധിക്കുന്നത്. നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. ആട്ടിടെ ചെറുക്കനെ, ആ പെൺകുട്ടിയെ കുറിച്ച് നമുക്കറിയാം. ചൂലേങ്കാരത്തി പെൺകുട്ടി, അവൾക്ക് വലിയ ഹോപ്പാണ്. എന്താണ്? ഒരിക്കൽ എന്റെ പ്രിയൻ എന്നെ ഹല്ലേലൂയ വേളി കഴിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിക്കും, ഞാൻ അവനോടുകൂടെ എന്നെന്നും ഹല്ലേലൂയ താമസിക്കുമെന്നുള്ള, അവന്റെ കൊട്ടാരത്തിൽ ഞാൻ പാർക്കുമെന്നുള്ള ഒരു ചിന്ത അവളെ ഭരിക്കുവാനിടയായി. പതുക്കെ ആദ്യം അവളൊരു ആട്ടിടെ ചെറുക്കനെയാണ് സ്നേഹിച്ചതെങ്കിലും ഹല്ലേലൂയ ഒടുക്കം തനിക്ക് മനസ്സിലായി ഇതൊരു രാജകുമാരനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ പിന്തുടരുന്ന, നമ്മൾ അനുഗമിക്കുന്ന, നമ്മൾ സ്നേഹബന്ധത്തിലായിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ ഓൾറെഡി ഒരു രാജകുമാരനാണ്. പ്രിൻസ് ഓഫ് പീസ് ആണ്, ലോർഡ് ഓഫ് ലോർഡ് ആണ്, കിങ് ഓഫ് കിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാധി രാജാവാണ്, കർത്താധി കർത്താവാണ്. നമുക്കൊരു വലിയ പ്രത്യാശ കർത്താവ് തന്നിരിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ, ഈ ക്രിസ്തു ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രത്യാശയുടെ വിളക്ക് ഒരിക്കലും കെട്ടുപോകത്തില്ല. ദൈവവചനത്തിൽ പ്രൈസ് ദി ലോർഡ്. എവിടെ പോയാലും, എവിടെയായിരുന്നാലും, എന്തെല്ലാം വെല്ലുവിളികളെ നേരിടേണ്ട വന്നാലും, ആരെല്ലാം നമുക്കെതിരായി നിന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ കൂടെ കടന്നുപോയാലും, ജീവിതം ഒരിക്കലും മടുത്തു പോകാതെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കൽ എന്റെ സങ്കടം മാറും, ദുഃഖം മാറും, വേദന മാറും, നിരാശ മാറും, എന്റെ പ്രതികൂലങ്ങൾ മാറും, എന്റെ ശരീരത്തിന്റെ ബലഹീനത മാറും. ഒരിക്കൽ ഞാൻ എന്റെ പ്രിയനെ കാണും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഭയങ്കരമായ പ്രത്യാശയിലാണ് പഴയ നിയമ വിശുദ്ധന്മാർ ജീവിച്ചതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെയും വിഷയങ്ങൾ നമുക്ക് നോക്കിയാണ്. ഞാനിങ്ങനെ ഈ വചനം ചിന്തിച്ചപ്പോൾ യോസഫിന്റെ പ്രത്യാശ എന്തായിരുന്നു എന്നറിയാവോ? യോസഫിന്റെ പ്രത്യാശ ഒരിക്കൽ ദൈവം നമ്മളെ സന്ദർശിക്കും, നമ്മുടെ ജനത്തെ സന്ദർശിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ജനത്തിനൊരു പുറപ്പാടുണ്ട്. ഈ പുറപ്പാട് ഇവിടെ സംഭവിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സകല ജനത്തെയും ജീവനോടിരിക്കുന്നതിനെ മുഴുവൻ ദൈവം പുറപ്പെടുവിക്കുന്ന നിമിഷത്തിൽ ഈജിപ്തിൽ നിന്ന് ഞാനും ആ കൂട്ടത്തിൽ പോകണം. ഒരുപക്ഷെ ഞാൻ മരിച്ചെങ്കിലും ശേഷിച്ചിരിക്കുന്ന എന്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് യോസഫ് പ്രൈസ് ദി ലോർഡ് അന്നത്തെ പ്രിയപ്പെട്ടവരോട് സംസാരിപ്പാനിടയായി. നമുക്ക് ആ ഭാഗം അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ, ദൈവം തന്റെ ജനത്തെ വിടിവിക്കുമ്പോൾ മോശ എന്താണ് ജോസഫിന്റെ അസ്ഥികൾ എടുപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശ.
യോസഫിലുണ്ടായിരുന്ന പ്രത്യാശ. അതെവിടുന്നാണ് യോസഫിന് ഈ പ്രത്യാശ കിട്ടിയത്? ഈ പുറപ്പാട് എങ്ങനെ സംഭവിക്കുമെന്ന് യോസഫിന് കിട്ടി. യോസഫ് ആരാണ്? യോസഫ് യാക്കോബിന്റെ മകനാണ്. യാക്കോബ് ആരാണ്? ഇസഹാക്കിന്റെ മകനാണ്. ഇസഹാക്ക് ആരാണ്? അബ്രഹാമിന്റെ മകനാണ്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ലഭിച്ച ഈ പ്രത്യാശയുടെ വാഗ്ദത്തം അത് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് യോസഫിലേക്കും കടന്നു വന്നു. അവന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം അതിന്റെ സാഹചര്യം. അതിന്റെ ആ വാക്ക് മാത്രം ഒന്ന് വായിക്കാം. അതെ, അതിന്റെ 15-ാം അധ്യായം 13. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുന്നുവെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ ഈ ഒരു കാര്യം പ്രൈസ് ദി ലോർഡ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്. എന്നാൽ ഈ പറഞ്ഞ ഈ വാക്ക് അബ്രഹാം അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട് മറക്കാതെ അത് ഇസഹാക്ക്, യാക്കോബ് അങ്ങനെ കൈമാറി അത് യോസഫിന്റെ ഹൃദയത്തിലും മനസ്സിലും അതിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന്. ഹല്ലേലൂയ. യോസഫ് വെണ്ണി. യോസഫിനറിയാം ഒരു പുറപ്പാടുണ്ടാകും, പുറപ്പെട്ടു പോകുമെന്നറിയാം. പക്ഷെങ്കിൽ ഈ യോസഫ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ, മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ കനാനിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ പോകാൻ സാധിക്കും. കാരണം കനാനാണ് പിതാക്കന്മാരുടെ ദേശം. പക്ഷെങ്കിൽ യോസഫ് അങ്ങനെ പോയില്ല. എന്താണെന്നറിയാമോ? യോസഫ് പോകാത്തതിന്റെ കാര്യം, ദൈവം ഒരു നിശ്ചയിച്ച സമയമുണ്ട്. അന്ന് ആ സമയത്ത് ഇവിടെ നിന്ന് ജനത്തെ വിടുവിക്കുകയും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ടാകുകയും ചെയ്യും. അതുവരെ ഞങ്ങളും ഞങ്ങളുടെ തലമുറകൾ ഇവിടെ കാണുമെന്ന് യോസഫ് വിശ്വസിച്ചു. യോസഫ് മരിച്ചു. യോസഫിനെ അന്നത്തെ ഫറവോനിയ രാജകുമാരനെ പോലെ ആയിരിക്കും അന്ന് അടക്കിയത്. ആ അസ്ഥികൾ ആയിരിക്കുന്ന ആ ശവപ്പെട്ടി, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. ആ ശവപ്പെട്ടിയിൽ യോസഫിന്റെ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മണ്ണിൽ വറവ് ചെയ്തിട്ട് മണ്ണിൽ ദ്രവിച്ചു പോകാൻ സമ്മതിക്കാതെ യോസഫിന്റെ ശരീരം പ്രത്യേക നിലയിൽ യോസഫ് പറഞ്ഞ പ്രകാരം അടക്കി. പക്ഷേ യോസഫ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഹല്ലേലൂയ, ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ പുറപ്പാട് പുറപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ് തന്റെ ഉള്ളിൽ ആ പ്രത്യാശ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞാൻ ഇവിടെ ഈ മിസ്രൈമിൽ ചെയ്ത്, എന്റെ പിതാവും എന്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ വന്ന് അവരൊക്കെ കുടുംബമായി പാർത്ത് പെറ്റുപെരുകി കുഞ്ഞുങ്ങളും കുഞ്ഞുകുട്ടികളുമായി മാറി ഒടുക്കം ദൈവത്തിന്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അവരെ ദൈവം ഇവിടുന്ന് പുറപ്പെടുവിക്കും. അതിനിപ്പുറം എനിക്ക് പോകാൻ പറ്റത്തില്ല കനാനിലേക്ക്. പക്ഷെ ദൈവം പുറപ്പെടുവിക്കുമ്പോൾ എന്റെ അസ്ഥികൾ കനാനിലേക്ക് കൊണ്ടുപോകണം. അതാണ് യോസഫ് പറഞ്ഞത്. യോസഫിനുള്ളിൽ ആ പ്രത്യാശ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ആ അസ്ഥികളെ കുറിച്ചുള്ള ഓർഡർ യോസഫ് കൊടുക്കത്തില്ലായിരുന്നു. വലിയൊരു പ്രത്യാശ. ദൈവമക്കളെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളെ ഓരോ ദേശങ്ങളെ ദൈവം ആക്കിയിരിക്കുക, ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുക. കേരളത്തിലായിരിക്കും നമ്മളിൽ പലരും പിറന്നു വീണത്. പക്ഷെങ്കിൽ ദൈവം നമ്മളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെങ്കിൽ നമ്മളിനി കേരളത്തിലേക്ക് പോവുകയോ ഇന്ത്യയിലേക്ക് പോവുകയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമുക്കൊരു പുറപ്പാടുണ്ട്. യോസഫ് കനാനിനെ ലക്ഷ്യമാക്കി പുറപ്പെടാൻ ആഗ്രഹിച്ചെങ്കിൽ നമ്മുടെ കനാൻ ഈ ഭൂമിയല്ല, നമ്മുടെ പൗരത്വമോ ഇവിടെയല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. അതിനായി നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കൊരു പുറപ്പാടുണ്ട്. ഒരുപക്ഷെ അസ്ഥി ഉയർത്തെഴുന്നേൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയായിരിക്കാം. നമ്മൾ ഇവിടെ നിന്ന് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോബിനുണ്ടായിരുന്ന ഒരു പ്രത്യാശ, ജോബിന് ഭയങ്കര പ്രത്യാശ ഉണ്ടായിരുന്നു. വിശ്വാസത്തോടുകൂടിയ വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങളൊക്കെ ജോബ് ചോദിക്കുന്നുണ്ട്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോബിന്റെ ഹോപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വാസവും പ്രത്യാശയും നമുക്ക് കാണുവാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, അതിന്റെ 25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം
ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ആമേൻ. ദൈവമക്കളെ, ഇത് വിശ്വാസവും പ്രത്യാശകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവിടുന്ന് ഒടുവിൽ പൊടിവേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അതൊരു പ്രത്യാശയാണ്. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. അതും ഒരു പ്രത്യാശയാണ്. അതിന്റെ ഒന്നാം സ്ഥാനത്ത് വിശ്വാസമുണ്ടെങ്കിലും ആമേൻ പ്രത്യാശയാണ് അവിടെ കാണുന്നത്. ഞാൻ തന്നെ അവനെ കാണും. അതും വിശ്വാസവും പ്രത്യാശയുമാണ്. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവിടുത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ കേവലം വിശ്വാസത്തിൽ ഒതുങ്ങുകയല്ല, വിശ്വാസവും പ്രത്യാശയും. എന്റെ ദൈവം എന്നെ സന്ദർശിക്കും. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് എന്റെ ദൈവം ആകാശത്തിന്റെ ആമേൻ വാതിലുകൾ തുറന്ന്, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഭൂമിയിലായിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരുപക്ഷെ ഞാൻ മരിച്ചിട്ട് മണ്ണിൽ എന്നെ അടക്കി ഞാൻ ലയിച്ച് ആമേൻ മണ്ണിൽ അടിഞ്ഞു ചേർന്നാലും എന്റെ ആമേൻ ഹല്ലേലൂയ എന്റെ പൊടി മണ്ണിനടുത്തേക്ക് എന്റെ ദൈവം വന്നിട്ട് എന്നെ ഉയർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ എന്റെ ദൈവത്തെ കാണും. എനിക്കൊരു പുത്തൻ ശരീരം കിട്ടും. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മൾക്കുള്ളതുപോലുള്ള പുതിയ നിയമം ആമേൻ യോബിന്റെ കയ്യിലില്ല. പക്ഷെങ്കിൽ ഈ പ്രത്യാശ യോബിന്റെ ഉള്ളിലേക്ക്, ഈ വിശ്വാസം യോബിന്റെ ഉള്ളിലേക്ക് ദൈവത്തെ സ്നേഹിച്ച, ആത്മാർത്ഥയോടെ സ്നേഹിച്ച, ആ ഭയത്തോടും ഭക്തിയോടും സ്നേഹത്തോടും നിന്ന ആ ദൈവത്തിന്റെ ദാസൻ, ആ ദാസന് വേണ്ടി ദൈവം കൊടുത്ത പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ആത്മഹത്യ കളയുവാനുള്ള സാധ്യത വന്നപ്പോൾ, ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിച്ചപ്പോൾ, ജീവിതം മുഴുവൻ വേദനയും എല്ലാ നിലകളിലും എല്ലാം നഷ്ടമായി രോഗിയായി തീർന്ന ഒരു മനുഷ്യൻ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആമേൻ ഹല്ലേലൂയ തന്നെ ആത്മഹത്യക്ക് വേണ്ടി നിർബന്ധിക്കുകയും സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോഴും ആമേൻ ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ആശ വെച്ച് ആമേൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന യോബിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഏത് മനുഷ്യനും പതറിപ്പോകും. പക്ഷെങ്കിൽ ദൈവം ഒരു പ്രത്യേക ഗ്രേസ്, ഒരു പ്രത്യേക കൃപ ഈ യോബിന്റെ ജീവിതത്തിൽ നൽകി. അതിവിടെ പറയുന്നില്ലെങ്കിലും ദൈവം തന്നെ താങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുമ്പോൾ, പല കഷ്ടങ്ങളും പല നഷ്ടങ്ങളും പല വേദനകളും പല ഒറ്റപ്പെടലുകളും പല തള്ളലുകളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും എല്ലാം പോയി നഷ്ടമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ യോബിനെ പോലെ സംഭവിക്കും. പക്ഷെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം കൈവിടരുത്. വരും, നിശ്ചയമായും ദൈവം വരും. ദർശനമല്ല വരുന്നത്, ദൈവമാണ് വരുന്നത്. നമുക്കറിയാം, ഹബൂബുക്ക് പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത്, അത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഓർക്കണം, കേവലം ഒരു ദർശനം ആമേൻ പറഞ്ഞത് സാധിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആമേൻ ദൈവം മാത്രമല്ല, നമ്മുടെ ദൈവം യോബ് പറയുന്നത് പോലെ എന്റെ ദൈവം എന്നെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവിടുന്ന് ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നെ തോക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവിടുത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണവനെ കാണും. ബൈബിളിലൊക്കെ ചിലടത്ത് എഴുതിയിരിക്കുന്നത് ദേഹരഹിതനെന്ന, അല്ല, ദേഹസഹിതനായി. ദേഹരഹിതനായി കാണാൻ കഴിയത്തില്ല. ദേഹസഹിതനായി പുത്തൻ പുതു ശരീരത്തിൽ ആമേൻ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സന്തോഷത്തിന്റെ ആ അനുഭവ ദിവസത്തിൽ എന്റെ ദൈവത്തെ ഞാൻ കാണും. ഇതാണ് ഹോപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം ശ്രദ്ധിച്ച് പഠിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് തകരുന്ന, ഹൃദയം തകരുന്ന, ഭാവിക്ക് നേരെ, ജീവിതത്തിന് നേരെ ആമേൻ ഹല്ലേലൂയ, കുടുംബത്തിന് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ, നമ്മുടെ ശരീരത്തിന് നേരെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് നേരെ, ജോലിക്ക് നേരെ, അങ്ങനെ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. നിരാശയാണ് പ്രത്യാശയുടെ ഓപ്പോസിറ്റ് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, പ്രത്യാശയുള്ള ഒരു നല്ല ശുഭഭാവി ദൈവം നമുക്ക് തരും. വായിക്കാം. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്നതെന്ന് വായിച്ചാണ്. യെരമ്യാ പ്രവചനം. പ്രൈസ് ദി ലോർഡ്. 29:11. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം
ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. റോമാലേഖനം 8:32 അതിലല്ലേ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. നമ്മളെ തകർക്കുവാനല്ല, ദോഷം വരുവാനല്ല. ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളെ മാറ്റുകൂട്ടാനാണ്, മൂർച്ച കൂട്ടാനാണ്, ഒന്നുകൂടെ ഒരുക്കുവാനാണ്, ദൈവത്തോടുള്ള ബന്ധം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനാണ്, നമ്മളെ ആത്മീയരാക്കി തീർക്കാനാണ്. നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ക്ഷീണം വരുമ്പോൾ മനസ്സും ഹൃദയവും ഒക്കെ ഒരുമിച്ച് തകരുന്ന നിമിഷത്തിൽ അപ്പോൾ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം ഏറ്റവും വർദ്ധിപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവത്തിലാണെന്ന് വെളിപ്പെടുന്ന ദിവസങ്ങളാണത്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, രക്ഷകനുണ്ടെന്നുള്ള ആമേൻ ഹല്ലേലൂയ ഓർമ്മയും ആ ഒരു നല്ല വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും. ഹല്ലേലൂയ. അതുകൊണ്ട് തിന്മയ്ക്കായിട്ടല്ല, നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ആത്മാർത്ഥത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാത്ത ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ദൈവം അത് അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതിന്മേൽ നീതിയുള്ള വിധി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവം. അവിടുന്ന് സത്യത്തിന് ഇവിടെ നിൽക്കുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവമക്കളെ, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്, മനസ്സ് കലങ്ങരുത്, ചഞ്ചലിക്കരുത്, ഭീരുക്കളാകരുത്, ആമേൻ പതറിപ്പോകരുത്, വീണുപോകരുത്, താളടിയാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടുത്തെ ശക്തി നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ദൈവം പകർന്ന് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശ മുറുകെ പിടിച്ചോളണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മാനുഷികമായ കാര്യങ്ങളെല്ലാം നടന്നില്ലെന്നോർത്ത് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളൊന്നും നടക്കാതിരിക്കത്തില്ല. ഇവിടെ ആരൊക്കെ ഏതൊക്കെ നിലകളിൽ പോയാലും 1, 2, 3, 4 അങ്ങനെ പല ലെവലുകളിലായാലും ഒടുക്കം എല്ലാവരും ഒരുപോലെ ആയിത്തീരും. മൺപൊടികളാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ ചെന്ന് ചേരും. ആരാണ്? ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർ. അവർക്കാണ് ദൈവം ആ ദൈവസന്നിധി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ തളർന്നിരിക്കുന്നു, ആരൊക്കെയോ ക്ഷീണിച്ചിരിക്കുന്നു. ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും പരിശുദ്ധാത്മാവിൽ എന്റെ മനസ്സ് പറയുന്നു, എന്റെ ഹൃദയം പറയുന്നു, ഓ റീഖബാല ഷീഖ രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് പകരട്ടെ. ചില ശൂലങ്ങൾ ഉണ്ടായിരിക്കും, ചില പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും, ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കും, അസാധ്യമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. പേടിക്കണ്ട. ദൈവത്തിന്റെ പൈതലെ നിന്നെ ശക്തീകരിക്കുന്ന, നിനക്ക് വിജയം തരുന്ന, നിനക്ക് വിടുതൽ തരുന്ന, നിന്നെ മാനിക്കുന്ന, ഉയർത്തുന്ന, നിന്റെ ജീവിതത്തെ അന്ത്യത്തോളം കാക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട്. അന്ത്യം വരെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. കരുതുന്ന ഒരു ദൈവമുണ്ട്. കാക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഊടാബാല ഇന്ന് രാത്രി ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. അവൻ നമുക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. തളർന്നു പോകരുത്, വാടിപ്പോകരുത്, ഭയപ്പെട്ടു പോകരുത്, പുറകോട്ട് പോകരുത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എനിക്ക് അവനിൽ അവളിൽ പ്രസാദമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഹാപ്രതിഫലമുള്ള ഒരു ധൈര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ സമയമായി ദൈവമക്കളെ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ദൈവസ്നേഹമുണ്ട്. എന്നാൽ അതോടൊപ്പം ദൈവം പറയുന്നു പ്രത്യാശ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഏറ്റവും വലിയത് ദൈവസ്നേഹമായിരിക്കുമ്പോൾ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുവാൻ ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പ് നൽകുന്ന പ്രത്യാശ. കാരണം ആരാണ് ആ പ്രത്യാശയുടെ ഉറവിടമായ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള വിളിയാനുള്ള ആശ, ആ ഹോപ്പ്, ദൈവത്തിനൊരു ഹോപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ആമേൻ ഹല്ലേലൂയ 176 പേരോടുകൂടെ ഇരുന്ന് ആമേൻ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിൽ ഈശാനമൂലം എന്ന കൊടുങ്കാറ്റടിച്ചപ്പോൾ എല്ലാവരുടെയും ആശ അറ്റുപോയി കഴിഞ്ഞപ്പോൾ ആമേൻ പൗലോസിന്റെ ആശ അറ്റുപോകാൻ ദൈവം സമ്മതിച്ചില്ല. പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു, തന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ആമേൻ ചില ശുശ്രൂഷകൾ കൂടി എന്റെ ഉള്ളിൽ, എന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിറവേറ്റി കഴിഞ്ഞ് അല്ലാതെ ഈ കപ്പലിനകത്ത് ആമേൻ എനിക്കോ ഒരു കേടും വരുത്തത്തില്ല. ആ കൂട്ടത്തിൽ ആമേൻ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറഞ്ഞു,
ആൾനാശമൊന്നും വരത്തില്ല. അവരെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ഇടപെടാതെ സേവിക്കുന്ന ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് കഴിഞ്ഞ രാത്രി പറഞ്ഞു, പൗലോസെ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇന്ന് കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ കപ്പലുകൾ പലപ്പോഴും ഉലഞ്ഞാടി ഈശാനുമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ, ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. ദൂതനല്ല ഇന്ന് രാത്രിയിൽ ഈ വചനം, ദൈവത്തിന്റെ വചനം, സാക്ഷാൽ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മളെ പ്രത്യാശയിൽ ഉറപ്പിക്കാൻ, അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിലെ നമ്മൾ തകർന്നു പോകാൻ, കപ്പൽ തകർന്നു പോകാൻ സമ്മതിക്കാത്തതുപോലെ. ആമേൻ. ഒരുപക്ഷെങ്കിൽ ആ കപ്പലിന്റെ പുറം ഭാഗം തകർന്നെങ്കിലും അതിനകത്തിരുന്ന ജീവിതങ്ങളുടെ ജീവന്റെ മേൽ, പ്രാണന്റെ മേൽ സാത്താനോ ശക്തികൾക്കോ കൈവെക്കാൻ കഴിയാതെ കൊണ്ടും ആമേൻ ആ കപ്പല് ആമേൻ അകത്തുണ്ടായിരുന്ന ആർക്കും അവരെ കൊല്ലുവാൻ, തടവുകാരെ കൊല്ലുവാൻ കഴിയാതെ കൊണ്ടും ദൈവം അവിടെ കരങ്ങളെയും ബുദ്ധിയെ നിരോധിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ സൂക്ഷിക്കാൻ കഴിയും. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ ആ പ്രത്യാശയുടെ ശുഭഭാവിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കേവലം ഈ ലോകത്തെക്കുറിച്ചുള്ളതല്ല. നമ്മുടെ ആശ ഈ ലോകത്തെക്കുറിച്ചുള്ളതല്ല. നമ്മുടെ ആഗ്രഹം ഈ ലോകത്തെക്കുറിച്ചുള്ളതല്ല ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവളെന്ന് അശൂരൻകാരി പെൺകുട്ടി പറയുന്നത് പോലെ ഇന്ന് രാത്രി പറയണം, എന്റെ പ്രിയൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം കൊടുക്കുന്ന ഉറപ്പുകളൊന്നും ആരിൽ നിന്ന് നഷ്ടമായി പോകാതിരിക്കാൻ ദൈവം വിശ്വാസത്തോടു കൂടിയാണ് പ്രത്യാശയെ ഉറപ്പിക്കുന്നത്. പ്രത്യാശയുടെ നങ്കൂരം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നോഹ ആ പെട്ടകം ഒരുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ദൈവം പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങൾ നടക്കും, ജലപ്രളയം ഉണ്ടാകും. ആമേൻ. പ്രസംഗിച്ചോളാൻ പറഞ്ഞു. നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചു. ആരും കേട്ടില്ലെങ്കിലും നോഹ ആ പ്രത്യാശ വിട്ടില്ല. കൈവിടാതെ ആ പെട്ടകം പണിത് തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്ത് ഈ പെട്ടകമുണ്ട്. 2-3 മണിക്കൂറിന് ആമേൻ ഹല്ലേലൂയ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടകത്തിന്റെ മാതൃകയായ നോഹ സാർക്ക് എന്ന് പറയുന്ന കെൻഡക്കിയിൽ ആ പെട്ടകയുടെ കിടപ്പുണ്ട്. ഒത്തിരി ആളുകൾ ഈ അടുത്ത ഇടയ്ക്ക് 2 ആഴ്ച മുമ്പ് ഷിക്കാഗോയിൽ നിന്ന് ഒരു ഫാമിലി വന്ന് അത് കണ്ടേച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സംഭവിച്ച ആ സംഭവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഒരടയാളമായി ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ആമേൻ ഹല്ലേലൂയ അതെങ്ങനെയാണെന്ന് കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം, കാണാത്തവർക്കൊക്കെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോഹയ്ക്ക് ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. കാണാത്ത മഴയും കാണാത്ത ആഴിയുടെ ഉറവുകളൊക്കെ തുറക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു വലിയ ആമേൻ ഹല്ലേലൂയ വിശ്വാസവും. അത് തന്നെയല്ല, ഈ ദൈവം ഇവിടെ ന്യായം വിധിക്കുമെന്നും ഞാനും കുടുംബം ഇതിനകത്ത് രക്ഷ പ്രാപിക്കുമെന്നും കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പട്ടകം തീർക്കണമെന്നും ഒക്കെ നോഹയുടെ ഉള്ളിൽ കൊടുത്തപ്പോൾ നോഹയ്ക്ക് ഭയങ്കര വിശ്വാസവും ഭയങ്കര പ്രത്യാശയോടുകൂടിയാണ് താൻ ആ പെട്ടകം തീർത്തത്. അല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് ആ പെട്ടകം തീർക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രത്യേകിച്ച് പെട്ടകം ഒന്നും തീർക്കണ്ട. നമ്മുടെ കർത്താവ് നമുക്ക് ഇവിടെ രക്ഷ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവമൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം അവസാനത്തോളം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് ഇതിനകത്ത് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഒരു വാക്ക് പ്രത്യാശയെക്കുറിച്ച് മാത്രമേ ഇന്ന് രാത്രി പറയുന്നുള്ളൂ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മൃഗ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവിടുത്തെ ഭവനമാകുന്നു. നമ്മൾ ദൈവത്തിന്റെ ഭവനമായിരിക്കുമ്പോൾ തന്നെ ഈ ഭവനക്കാരായ നമ്മൾക്ക് ഈ പ്രത്യാശ വേണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മൃഗ പിടിക്കണം. രക്ഷിക്കപ്പെട്ട അന്നുണ്ടായ വിശ്വാസം, എന്റെ ദൈവം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് എന്റെ രക്ഷകനാണെന്ന് നമ്മുടെ ഉള്ളിൽ തന്ന വിശ്വാസം മരിക്കുന്നിടം വരെ വേണം. അങ്ങനെ വിശ്വസിച്ച് പ്രത്യാശയോടെ മരിക്കുന്നവർക്ക് യേശു രക്ഷിതാവായി മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരും, മധ്യാകാശത്തേക്ക് മടങ്ങി വരും. ഇല്ലേ? ഞാൻ ഈ ഭാഗം പെട്ടെന്ന് നിർത്താം. ഞാനിങ്ങനെ ഇത് ചിന്തിച്ചപ്പോൾ 10 കന്യകമാരിൽ 10 പേരും മണവാളനെ കാത്തിരുന്നെങ്കിലും 5 പേർക്ക് ആ ഭാഗ്യം ലഭിച്ചു. അവരതിനു വേണ്ടി ഒരുക്കി കാത്തിരുന്നു. പാത്രത്തിൽ എണ്ണ കരുതി ആമേൻ ഹല്ലേലൂയ കെടാത്ത വിളക്കാക്കി തീർക്കുവാൻ എണ്ണ സംഭരിച്ച് കാത്തിരുന്ന ആ 5 കന്യകമാരെ പ്രൈസ് ദി ലോർഡ്. മറ്റവരും വിശ്വസിച്ചതാണ് മണവാളൻ വരുമെന്ന്. പക്ഷെങ്കിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്തില്ല. ഒരു പരുവത്തിനൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിച്ചു. പക്ഷെ മറ്റവർ അങ്ങനെയല്ലായിരുന്നു.
കരുതേണ്ടത് കരുതി, ജീവിക്കേണ്ടതുപോലെ ജീവിച്ചു. ശരീരത്തിൽ ഉറക്കം വന്നെങ്കിലും കാത്തിരിപ്പ്, ആമേൻ, കാത്തിരിപ്പിന് ഒരു മുടക്കവും വരാതെ കാത്തിരുന്നു. മണവാളൻ വന്നു, ആമേൻ, മണവാളൻ വന്നു. എല്ലാവരും അകത്ത് മണിയറയിൽ കടന്നു, വാതിലടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹോപ്പ് 10 പേരിലും ഉണ്ടായിരുന്നെങ്കിലും ചിലരുടെ കെട്ടുപോകുന്ന ഹോപ്പായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രത്യാശ കെട്ടുപോകരുത്, പ്രത്യാശയുടെ വിളക്ക് കെട്ടുപോകരുത്, കർത്താവിലുള്ള വിശ്വാസത്തിന്റെ വിളക്ക് കെട്ടുപോകരുത്. വരും നിശ്ചയം, വരും നിശ്ചയം. നമ്മുടെ കർത്താവ് മടങ്ങി വരും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തണുത്തു പോകാതെ, ഉറച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ആമേൻ, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ അടിയുറച്ച പ്രത്യാശയോടെ നാം ദൈവത്തിന്റെ ഭവനമാണെന്നും കർത്താവ് വരുമെന്നും ഓരോ ഭവനങ്ങൾക്കും സീൽ ചെയ്തിട്ടുണ്ടെന്നും ഓരോ സീൽ ചെയ്ത വൻമരങ്ങൾ വെട്ടിമുറിച്ച് ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങളുടെ ഉടയവൻ ഞങ്ങളെ വന്ന് കൊണ്ടുപോകും. ഞങ്ങളെ രക്തത്തിൽ മുദ്രയിട്ട് പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത് മുദ്രയിട്ട് വചനം കൊണ്ട് ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച് മുദ്രയിട്ട് നിർത്തിയിരിക്കുന്ന ദൈവം ആമേൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വരും. ഞങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രിയിൽ നമുക്ക് ആ പ്രത്യാശ ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ തക്കവണ്ണം രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വചനത്തിന്റെ മർമ്മങ്ങളെ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എബ്രായലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നതായ ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ സമർപ്പിക്കുവാൻ തക്കോണം പര്യാപ്തമായ ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വീണ്ടും കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിന്റെ ഭവനമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിനു മുമ്പായി 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നാം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിച്ചുകൊള്ളണം. അത് അവസാനം വരെയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതേ സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവസാനം വരെയും പ്രത്യാശയുടെ ഹല്ലേലൂയ, സ്തോത്രം, ധൈര്യവും പ്രശംസയും നമുക്ക് മുറുകെ പിടിച്ചുകൊള്ളുവാൻ തക്കോണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000 ഏറ്റം സുന്ദരനേ, 10,000 ഏറ്റം സുന്ദരനേ. മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000 ഏറ്റം സുന്ദരനേ, 10,000 ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ
ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ, പതിനായിരങ്ങളിൽ